അൽ ജസീറ ചാനൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തികച്ചും ഭാരതവിരുദ്ധ പ്രചരണത്തിൻ്റെ ഒരു വലിയ വേദിയായിട്ട് മാറുകയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിസ്റ്റ് വീക്ഷണത്തിൽ ലോകകാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ചാനലാണ് ഖത്തറിൽ പ്രവർത്തിക്കുന്ന ഖത്തർ സർക്കാരിൻ്റെ ചാനൽ എന്ന് പറയാവുന്ന അൽ ജസീറ. ഖത്തർ സർക്കാരിൻ്റെ വിദേശ നയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ അൽ ജസീറയുടെ വിദേശ നയവും. പക്ഷേ അതിനപ്പുറം ഹിന്ദു വിരുദ്ധത, ഇന്ത്യ വിരുദ്ധത, ജൂത വിരുദ്ധത, ക്രിസ്ത്യൻ വിരുദ്ധത ഇതെല്ലാം അവരുടെ വാർത്തകളിൽ നിരന്തരം കൊണ്ടുവരാൻ അൽ ജസീറ ശ്രമിക്കാറുണ്ട്. അൽ ജസീറയ്ക്ക് പണമുണ്ട്, വലിയ സന്നാഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് ചുവടുറപ്പിക്കാൻ അൽ ജസീറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതം പോലെ ഒരു രാജ്യത്തെക്കുറിച്ച് തികച്ചും തെറ്റായ അസത്യ പ്രചരണങ്ങൾ നിരന്തരം നടത്തി പാശ്ചാത്യ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് അൽ ജസീറ വഹിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അയോധ്യ വിഷയത്തിലായാലും 1947 വിഭജനവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററിയിലായാലും പുതിയ കാലത്ത് CIA പോലെയുള്ള നിയമങ്ങളുടെ കാര്യത്തിലായാലും ബംഗ്ലാദേശ് വിഷയത്തിലായാലും രോഹിംഗ്യ വിഷയത്തിലായാലും ഒക്കെ നിരന്തരം ഭാരതവിരുദ്ധ പ്രചരണം നടത്താനാണ് അൽ ജസീറ എന്ന ചാനൽ ശ്രമിച്ചിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും അവസാനത്തെ 2 വാർത്തകൾ അത് ആണ് സത്യത്തിൽ ഇന്ന് ഈ ഒരു വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ തന്നെ കാരണമായത്. ഇക്കഴിഞ്ഞ ഈദ് ദിവസം മുസ്ലിം ജനവിഭാഗത്തെ പബ്ലിക് പൊതുസ്ഥലങ്ങളിൽ അവരെ നമാസ് ചെയ്യാൻ, അവരെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളത് അൽ ജസീറയെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്തയായിരുന്നു. ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ അത്തരം എതിർപ്പുകൾ ഉണ്ടാവുകയും അവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വേറെ സ്ഥലമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുക, പൊതുസ്ഥലത്ത് അത് ചെയ്യാൻ പാടില്ല എന്ന് സർക്കാർ കർശനമായ നിലപാടെടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്തോ വലിയ തോതിൽ ന്യൂനപക്ഷ പീഡനമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അൽ ജസീറ ചെയ്യുന്നത്. ഒന്നാമതേ മുസ്ലിങ്ങൾ ഭയപ്പെട്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്, അതോടൊപ്പം പുതിയ നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ള നിലയിലാണ് ഇത്തരം വാർത്തകൾ അവർ അവതരിപ്പിച്ചത്. ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ഭയമാണ് എന്ന നിരന്തരം നരേറ്റീവ്സ് കൊണ്ട് ഏതാണ്ട് അത് ഉറപ്പിക്കുന്ന രീതിയിലാണ് അൽ ജസീറ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഇതുവരെ ഒരുപക്ഷെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ വിമർശനങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാവാം അൽ ജസീറയ്ക്കെതിരെ കാര്യമായ നടപടിയൊന്നും എടുത്തിട്ടില്ല. ഇത് അൽ ജസീറ ഇതും കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾക്ക് വേണ്ടിയാണ് മാധ്യമ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ ഇത് മതത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ മതവീക്ഷണങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു ചാനലാണ് അൽ ജസീറ എന്ന് പറയേണ്ടി വരും.